നമസ്കാരം. അപ്പോൾ സെറ്റിൻ്റെ 2024 ഡിസംബറിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 2024 ഡിസംബറിലോ അല്ലെങ്കിൽ 2025 ജനുവരിയിലോ ആയിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. നമുക്കൊരു 2-3 മാസം മുമ്പിലുണ്ടല്ലേ. അപ്പോൾ ആ സമയത്ത് സെറ്റിൻ്റെ ജനറൽ പേപ്പറിനെ സംബന്ധിച്ചുകൊണ്ട് നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഞാൻ ഇതിനു മുമ്പത്തെ ഒരുപാട് ക്ലാസ്സുകളിലും വീഡിയോകളിലൊക്കെ പലരോടായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. സെറ്റ് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പം ജനറൽ പേപ്പറിൽ നിന്ന് പരമാവധി മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കട്ട് ഓഫ് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 2 പേപ്പറുകൾക്കും, അതായത് പേപ്പർ 1 ജനറൽ പേപ്പർ, പേപ്പർ 2 നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പർ, രണ്ടിനും 40% മാർക്ക് വാങ്ങിക്കണം. 120-ൽ 48 മാർക്ക് മേടിച്ചാലാണ് 2 പേപ്പർ ആ ഒരു സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാനായിട്ട് സാധിക്കുക. ഇനി രണ്ടും കൂടി കൂട്ടി 120 240-ൻ്റെ ഓവറോൾ 48%, ഏതാണ്ട് 115-ന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യണം. അതിൽ 70 മാർക്ക് നിങ്ങൾ ജനറൽ പേപ്പറിൽ നിന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ സേഫാണ്. കാരണം നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പർ PG ലെവൽ കണ്ടന്റാണ്. PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അത് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്, നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങളെപ്പോഴും അതിനകത്തും 60 മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. PG ലെവൽ കണ്ടന്റും PGയുടെ പേപ്പർ വെച്ചിട്ട് നിങ്ങളുടെ സബ്ജക്റ്റ് പേപ്പറിൽ 60 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ നല്ല മാർക്കാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജനറൽ പേപ്പർ പഠിക്കുമ്പോൾ 70 മാർക്ക് വരെ, 120-ൽ 70 മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം കറക്റ്റ് സബ്ജക്റ്റ് പേപ്പറിന് കറക്റ്റ് മാർക്കാണെങ്കിൽ പോലും 48 മാർക്ക് ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് ഓവറോൾ കട്ട് ഓഫ് കടന്നു കയറാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജനറൽ പേപ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഇത് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. 70 മാർക്കായിരിക്കണം ജനറൽ പേപ്പർ സെറ്റ് എഴുതുന്ന ഒരാളുടെ ജനറൽ പേപ്പറിലേക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ജനറൽ പേപ്പറിൽ എവിടെ നിന്നൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക? ജനറൽ പേപ്പറിനകത്ത് ഞാൻ വെറുതെ സിലബസ് പറയല്ല, ഇവിടെ സിലബസ് പറയുന്നേ ഇല്ല. ഞാൻ പറയുന്നത് ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻ വെച്ച് വരുന്നുണ്ടോ. വർഷങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിലയിരുത്തി കഴിയുമ്പോൾ LBS സെൻറ്ററിൻ്റെ തന്നെ ആ ഒരു പാറ്റേൺ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 2 പേപ്പറുകളാണ് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പേപ്പർ 1 നിങ്ങളുടെ ജനറൽ പേപ്പറാണ്, പേപ്പർ 2 സബ്ജക്റ്റ് പേപ്പറാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് പേപ്പർ 2 എഴുതാറുള്ളത്. OMR ഷീറ്റാണ്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പേപ്പർ 1-ൽ 2 പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട്. എല്ലാവരും കോമൺ ആയിട്ട് എഴുതുന്നതാണ് പേപ്പർ 1. 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻസ് തിരിച്ചിരിക്കുന്നത്. 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്ന പാർട്ട് എ ജനറൽ നോളേജിൽ നിന്നാണ്. അത് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പാർട്ട് ബി എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. അത് BEd പഠിക്കുന്ന ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഫിലോസഫി, സൈക്കോളജി എക്സെട്ര ടോപ്പിക്കുകളാണ് അവിടെ വരുന്നത്. പേപ്പർ 2 നിങ്ങളുടെ സബ്ജക്റ്റ് PG ലെവൽ സബ്ജക്റ്റുമാണ് ചോദിക്കുക. അപ്പോൾ ഇവിടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 60 മാർക്ക്, ജനറൽ പേപ്പറിൽ 120 മാർക്കിലെ 60 മാർക്ക് ചോദിക്കുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് ഓരോ ടോപ്പിക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വെച്ച് വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. പല വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വിലയിരുത്തി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എഡ്യൂക്കേഷൻ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് BEd കാലത്ത് പഠിക്കുന്ന സൈക്കോളജി ഏറ്റവും കൂടുതൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഈ 60 മാർക്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഷെയർ വന്നിരിക്കുന്നത് സൈക്കോളജിയിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ജനറൽ പേപ്പർ പഠിക്കുന്ന ഒരാൾ, ജനറൽ പേപ്പറിൽ 70 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരാൾ, നിങ്ങൾ ഉറപ്പായിട്ടും സൈക്കോളജി അരച്ച് കലക്കി മൊത്തം പഠിച്ചോണം. സൈക്കോളജിയിൽ 17 മുതൽ 20 ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്നുണ്ട്, ആവർത്തിച്ച് ചോദിക്കുന്ന 17 മുതൽ 20 ക്വസ്റ്റ്യൻ വരെ. 2024 ജനുവരിയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കരിക്കുലം, പെഡഗോഗി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതുപോലെ മോഡൽസ് ഓഫ് ടീച്ചിങ്, അത്തരത്തിൽ ടാക്സോണമി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു ഏരിയ ഉണ്ട്. അതിനകത്തുനിന്ന് 8 മുതൽ 9 ക്വസ്റ്റ്യൻ വരെ ചോദിക്കും. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കരിക്കുലമൊക്കെ. കരിക്കുലത്തിൽ നിന്നൊക്കെ 2 ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് പലപ്പോഴും. ഇനി ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ, ഫിലോസഫിയിൽ നിന്ന് 6 മുതൽ 7 ക്വസ്റ്റ്യൻ വരെയൊക്കെ ചോദിക്കാം. 6-7 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫിലോസഫി, അതിനകത്ത് ബുദ്ധിസം, ജൈനിസം, അത്തരത്തിൽ വേദിക് എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം, അത്തരത്തിലുള്ള ഇസങ്ങളിൽ നിന്നൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. ദെൻ പ്രധാനപ്പെട്ട ഫിലോസഫേഴ്സിൻ്റെ കോഡ്സ് വെച്ചിട്ട് ചോദ്യം ചോദിക്കാറുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആശയങ്ങളെ വെച്ച് ചേരുംപടി ചേർക്കൽ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കുന്നത് കാണാറുണ്ട്. അതൊക്കെ ഫിലോസഫിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നുണ്ട്. ഇനി സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നതിനകത്തുനിന്ന് 2 മുതൽ 3 ക്വസ്റ്റ്യൻ വരെ, സോഷ്യോളജിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആവറേജ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. താരതമ്യേന കുറവ് ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ്. ഇന്ന സാധനം പഠിക്കണമെന്നോ ഇന്ന സാധനം പഠിക്കണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെ നിന്നാണ് മാക്സിമം ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും 70 മാർക്ക് വരെ എവിടെ നിന്നൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ സോഷ്യോളജിയിൽ നിന്നൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ സാറിന് വരാറുള്ളത്. വൺസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ചരിത്രം, ഇവിടെ ഉണ്ടായിട്ടുള്ള കമ്മീഷനുകൾ, ഇവിടെ ഉണ്ടായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ടുള്ള പ്രൊവിഷൻസ്, അതേപോലെ തന്നെ നമ്മുടെ NCERT, CBSE, SCERT, NCTE, ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവർത്തിച്ച് അവരുടെ വർഷങ്ങളടക്കം ചോദിക്കാറുണ്ട്. ദെൻ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പോലെ, അല്ലെങ്കിൽ കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസികൾ, ഇതിനെക്കുറിച്ചെല്ലാം ചോദ്യം, അതെല്ലാം കൂടി വരുന്നതാണ് ഈ ഹിസ്റ്ററീസ് ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ. കമ്മീഷൻസും എല്ലാം അതിനകത്ത് വരും.
7 മുതൽ 9 ക്വസ്റ്റ്യൻ വരെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇവാലുവേഷൻ, ടൂൾസ് ആൻഡ് ടെക്നിക്സ്, അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ, ഗ്രേഡിങ്, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വർഷം 3 മുതൽ 5 ക്വസ്റ്റ്യൻ വരെ ചോദിച്ച് കാണാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി, പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് പലരും പറയാറുള്ള, പഠിച്ചാൽ മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി. ICT റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കും. കുറേയൊക്കെ നിങ്ങൾക്ക് എഴുതാനും പറ്റും. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ബേസിക് കമ്പ്യൂട്ടർ ക്വസ്റ്റൻസ് ഒക്കെ അവിടെ പ്രതീക്ഷിക്കാം. 7 മുതൽ 10 ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്ന ഒരു നല്ല ഏരിയ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. നമ്മുടെ ടെക്നോളജി, എഡ്യൂക്കേഷൻ ടെക്നോളജിയുടെ പേപ്പർ ഉണ്ടല്ലോ, അതിനകത്താണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ, റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 2 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്നുണ്ട്. പലതരം റിസർച്ചുകൾ, പിന്നെ കോറിലേഷൻ, അതുപോലെ അനോവ, അൻകോവ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട് റിസർച്ച് ഇൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഹൈപ്പോത്തിസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വേരിയബിൾസ്, അതെല്ലാം ക്വസ്റ്റ്യൻ ആയിട്ട് ആവർത്തിക്കുന്നതാണ്. ഇവിടെ ഈ പഠനം, ഈ ജനറൽ പേപ്പറിൽ 60 മാർക്കിന് വേണ്ടിയിട്ട് ഇത്ര ഏരിയ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല KTET-നും CTET-നും HSIക്കും HSSTക്കും എല്ലാം നിങ്ങൾക്ക് ആ പഠനം യൂസ്ഫുൾ ആവുകയും ചെയ്യും. അതുകൊണ്ട് അരച്ച് കലക്കി പഠിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയാണ് അവിടുത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 60 മാർക്ക് ചോദിക്കുന്ന GK ആണ്. ഞാൻ പറഞ്ഞു 10th വരെയുള്ള ടെക്സ്റ്റ് ബുക്കാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു. അവിടെ ജനറൽ സയൻസിൽ നിന്ന് 9 മുതൽ 10 ക്വസ്റ്റ്യൻ വരെ, അതിനകത്ത് അതിൻ്റെ കറണ്ട് അഫയേഴ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ISR റിലേറ്റഡ് ആയിട്ടൊക്കെയുള്ള കറണ്ട് അഫയേഴ്സ് 2 ക്വസ്റ്റ്യൻ വരെയൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. ദെൻ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ചേർത്തിട്ടാണ് അതിൻ്റെ കറണ്ട് അഫയേഴ്സും പിന്നെ ടെക്നോളജിയുടെ കറണ്ട് അഫയേഴ്സും എല്ലാം ചേർത്തിട്ടാണ് 9 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് അവിടുന്ന് സയൻസിൻ്റെ ഭാഗമായിട്ട് ചോദിക്കാറുണ്ട്. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റി, ലോജിക്കൽ റീസണിങ്, മെൻ്റൽ എബിലിറ്റി, അനലിറ്റിക്കൽ എബിലിറ്റി, ഈ ഭാഗത്ത് നിന്നൊക്കെ ഒരു 10 മുതൽ 11 ക്വസ്റ്റ്യൻ വരെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. 10th വരെയൊക്കെയുള്ള മാത്സിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഒക്കെ അറിയാമെങ്കിലാണ് അത് എഴുതാനായിട്ട് സാധിക്കുക. ഇംഗ്ലീഷ് 6 മുതൽ 7 ക്വസ്റ്റ്യൻസ് വരെ സിമ്പിൾ ഇംഗ്ലീഷാണ്. ബേസിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അത് എഴുതാൻ പറ്റും. ഇനി സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കറണ്ട് അഫയേഴ്സ്, പിന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ 32 മുതൽ 35 ക്വസ്റ്റ്യൻ വരെ ചോദിക്കുന്ന ഒരു ഏരിയ ആയിട്ട്. പ്യുവർ സോഷ്യൽ സയൻസ് മാത്രമല്ല, അതിൻ്റെ കറണ്ട് അഫയേഴ്സ്, ഗ്ലോബൽ ആൻഡ് നാഷണൽ ലെവലിലുള്ള, അതുപോലെ സ്റ്റേറ്റ് ലെവലിലുള്ള അവാർഡുകൾ, ഇതൊക്കെ വെച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ ഉൾപ്പെടെയാണ് സോഷ്യൽ സയൻസ് കറണ്ട് അഫയേഴ്സ് കൂടി ചേർത്തിട്ട് 32 മുതൽ 35 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. അതിൽ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് കൂടിയൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ് വരുന്ന വഴി എന്ന് പറയുന്നത്. ഈ 60 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ 10 വരെയുള്ള സോഷ്യൽ സയൻസും സയൻസും മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് LPUP എക്സാമിനും HSI എക്സാമിനും എല്ലാം അത് യൂസ്ഫുൾ ആയിരിക്കും. LPUP പ്രത്യേകിച്ച് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ ടീച്ചിങ് എക്സാംസിലും GKയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് ഇതിനപ്പുറം ഒന്നും ചോദിക്കാറുമില്ല. അപ്പോൾ ഈ പഠനം സെറ്റിൻ്റെ ഒരു മൊത്തത്തിലുള്ള പഠനം ബാക്കി എല്ലാ എക്സാമുകളെയും നിങ്ങളെ സഹായിക്കും. ഇതിന് തൊട്ട് പുറകെ HSSTക്ക് മുമ്പ് ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് സെറ്റ്. ഇനി കാദർ കമ്മിറ്റി റിപ്പോർട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങോട്ട് സെറ്റ് നിർബന്ധമാവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് എഴുതിയെടുക്കാതെ ഇനി തരമില്ല. നിങ്ങളുടെ ലക്ഷ്യം 70 മാർക്കായിരിക്കണം. 120ൽ 70 മാർക്കായിരിക്കണം. ഇതിനകത്ത് റാങ്ക് ഒന്നും അല്ലല്ലോ, നമുക്ക് ഈ മാർക്ക് സ്കോർ ചെയ്താൽ മതിയല്ലോ, മിനിമം മാർക്ക് സ്കോർ ചെയ്താൽ മതിയല്ലോ. ഓവറോൾ 115ന് മുകളിൽ നമുക്ക് 120 എന്ന് മനസ്സിൽ കരുതാം. 240ൽ 50% മാർക്ക് മൊത്തത്തിൽ മേടിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. 60 മാർക്ക് 2 പേപ്പറിൽ നിന്നും കിട്ടിയാലും നിങ്ങൾ പാസ്സാവും. ജനറൽ പേപ്പർ അഡ്വാൻസ് ആയിട്ട് 70 മാർക്കും 50 മാർക്ക് നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിൽ നിന്ന് കിട്ടിയാൽ 70, 50, 120 എന്നുള്ള മൈൻഡിൽ സെറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കൂ. സബ്ജക്ട് പേപ്പറിൽ നിന്ന് കൂടുതൽ കിട്ടിയാൽ അത് നല്ല കാര്യമാണ്. ദെൻ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നന്നായിട്ട് പഠിച്ചാൽ, നല്ലതായിട്ട് അറിഞ്ഞ് പഠിച്ചാൽ, കൃത്യമായിട്ടുള്ള പാറ്റേണിൽ പഠിച്ചാൽ വാരി വലിച്ചൊന്നും പഠിക്കേണ്ടതില്ല. ഫോക്കസ് ചെയ്ത് ഞാൻ ഈ പറഞ്ഞ ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, പാസ്സാവാനും പറ്റും. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് ആ റിസ്ക്കും കുറവാണ്. സോ നിങ്ങളുടെ അവസരമാണ്. നന്നായിട്ട് എഴുതിയെടുക്കുക. എല്ലാ ആശംസകളും. നന്ദി.